പാക്കറ്റ് പാൽ തിളപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം അറിഞ്ഞിരിക്കുക. പാക്കറ്റ് പാലാണെങ്കിലും തിളപ്പിക്കാതെ കുടിച്ചാൽ അതൊരു മനസ്സമാധാനക്കേടാണ് നമ്മൾക്ക്. പണ്ടൊക്കെ പ്രാദേശികമായി ലഭിച്ചിരുന്ന പാലിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും അടങ്ങിയിരുന്നു. ഇവയെ നിർവീര്യമാക്കാൻ പാല് തിളപ്പിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇന്ന് പാക്കറ്റ് പാലുകളെയാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്ത് വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അവ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മളിൽ പലരും തിളപ്പിച്ച ശേഷമേ പാക്കറ്റ് പാൽ ഉപയോഗിക്കാറുള്ളൂ. ഏവിയൻ ഫ്ലൂ വൈറസ്, മൈക്രോബാക്ടീരിയ, ഈ കോളി, കോക്സിലിയ, ലിസ്റ്റീരിയ, കാംബിലോബാക്ടർ എന്നിവ ഉൾപ്പെടെയുള്ള മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. പാക്ക് ചെയ്ത പാൽ ആദ്യമേ തന്നെ പാസ്ചറൈസ് ചെയ്തതാണ്. ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാലിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കും. അതിനാൽ ശരിയായി സംഭരിച്ച് പാക്ക് ചെയ്ത് പാസ്ചറൈസ്ഡ് പാൽ തിളപ്പിക്കാതെ നേരിട്ട് കുടിക്കുന്നത് സുരക്ഷിതമാണ്. ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല, പാലിൻ്റെ പോഷക ഗുണം കുറയ്ക്കാനും ഇത് കാരണമാകും. പാസ്ചറൈസ് ചെയ്ത പാൽ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ 10 മിനിറ്റിലധികം തിളപ്പിക്കുമ്പോൾ വിറ്റാമിൻ B2, B3, B6, ഫോളിക് ആസിഡ് എന്നിവ ഉൾപ്പെടെ പല വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അളവ് കുറയും. കൂടുതൽ നേരം തിളപ്പിച്ചാൽ വിറ്റാമിൻ ഡിയുടെ അളവും കുറയും. ഇത് കാൽഷ്യം ആഗിരണം ചെയ്യുന്നത് കുറയാനിടയാക്കും. അതല്ല, പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാൽ ചൂടാക്കി മാത്രം കുടിക്കാം, തിളപ്പിക്കേണ്ടതില്ല.